എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബാറ്റർ വെച്ച് തന്നെ ക്രിസ്പി ദോശയും അതുപോലെ തന്നെ സോഫ്റ്റ് ദോശയാണ് തയ്യാറാക്കുന്നത്. ഇത് ഉഴുന്നൊന്നും ചേർക്കാതെയാണ് നമ്മൾ ബാക്കി വെച്ച ചോറ് വെച്ചാണ് ഈ ഒരു ദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലും ഉഴുന്നൊക്കെ അലർജി ഉള്ളവർക്കും ഈ ഒരു ദോശ തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് 2 തരം ചട്നിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഉഴുന്നില്ലാതെ എങ്ങനെയാണ് ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പച്ചരിയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ബൗളിലാണ് പച്ചരി മെഷർ ചെയ്തിരിക്കുന്നത്. 2 കപ്പ് പച്ചരിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇത് നമുക്ക് കഴുകിയ ശേഷം കുതിരാനായിട്ട് വെക്കണം. അങ്ങനെതാ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. എന്നിട്ടിത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം ഒരു 3 പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ആ പച്ചരി കഴുകുമ്പോൾ ഒരു വെള്ള കളറിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു വെള്ള കളറ് മാറി നല്ല തെളിഞ്ഞ് വരുന്നവരെയാണ് നമുക്കിത് കഴുകിയെടുക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 പ്രാവശ്യമാണ് കഴുകിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അരിയിനേക്കാളും കുറച്ചും കൂടി മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലേക്കാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അടച്ചു വെക്കാം. ഇനി നമുക്കൊരു 5 മണിക്കൂർ കഴിഞ്ഞ ശേഷം അരച്ചെടുക്കാം. അങ്ങനെ ഇതാ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അരി ഒന്ന് അരച്ചെടുക്കാം. ഇതാ അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അരിയും ഉലുവയും കൂടിയുള്ള ഈ ഒരു കൂട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉഴുന്നിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് ചോറാണ്. ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ള റൈസൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചോറൊന്നും ഇനി കളയേണ്ട ആവശ്യമില്ല. ഞാൻ അരി എടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെയാണ് ചോറ് ചേർക്കുന്നത്. 2 കപ്പ് അരിക്ക് 2 കപ്പ് ചോറാണ് ചേർക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ബസുമതി റൈസാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് റൈസാണോ ഇരിക്കുന്നത് അതാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഈ ചോറിന് പകരമായിട്ട് വെള്ള അവിലുണ്ടെങ്കിൽ അവിലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതിനതാ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി അരഞ്ഞോ നോക്കാം. അതുപോലെ തന്നെ വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. ഇതാ നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ അരഞ്ഞു വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കണം. ഈ രീതി എന്ന് പറയുന്നത് ഇഡ്ഡലി മാവിനൊക്കെ അരയ്ക്കുന്ന ഒരു രീതിയിലായിട്ടാണ് അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് ഒന്നും കൂടി അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് അരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് വെക്കുന്നത്. അങ്ങനെ ഇതാ മാവെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അരച്ച് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് നന്നായൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. കൈ വെച്ച് തന്നെയാണ് നമുക്കിത് ഇളക്കിയെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നന്നായൊന്ന് ഫെർമെൻറ്റേഷനായി വരികയുള്ളൂ. നമ്മളതിൽ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കണം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. രാവിലെ ചുടുന്ന സമയത്താണ് ഉപ്പ് ചേർക്കാറുള്ളത്. അങ്ങനെ ഇതാ മാവെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പതപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുക. അതുപോലൊരു ഹോളൊക്കെ ഉള്ള ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്. ഇനി നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. അതിനത് ഫെർമെൻറ്റേഷന് വെച്ച് മാവൊക്കെ നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല. പക്ഷെ ധാരാളം ഹോളൊക്കെ വന്ന് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമുക്ക് ദോശ തയ്യാറാക്കേണ്ടത്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഞാനത് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ ചട്നിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടി മല്ലിയിലയാണ്. പിന്നെ ഇതിലേക്ക് പുതിനയില ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കല്ലുപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് നന്നായൊന്ന് അരച്ചെടുക്കാം.
അത് നന്നായി തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം. ഗ്രീൻ ചട്നി അഥവാ കൊറിയാണ്ടർ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാ ചട്നി കൂടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് പച്ചമുളകിന് അത്ര എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു 3 കൊച്ചുള്ളി, പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ചട്നി ഉണ്ടാക്കാം. അതിനിതാ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെതാ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ചിലർക്ക് പൊട്ടുകടല കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി ചേർക്കുന്നത്. അല്ലാത്തവർക്ക് ഇഞ്ചി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിലായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാ ചട്നി ഒന്ന് കടുക് വറക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തട്ടക്കപ്പൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറക്കണം, എങ്കിലാണ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. ഞാനിതാ കടുകൊക്കെ ഒരുവിധം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 കൊച്ചുള്ളിയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽ മുളകും കൂടി ചേർക്കാം. ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചട്നിയൊക്കെ ഒരു സർവിങ് ഡിഷിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തതും കൂടി ചേർക്കാം. അങ്ങനെ എന്താ നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ദോശക്കല്ലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഫോർക്കിൽ കുത്തിയ ശേഷം ഇത് വെച്ചൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ദോശ ഇളകി കിട്ടുന്നതാണ്. ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ദോശമാവ് നന്നായി ഒന്ന് കലക്കിയെടുത്ത ശേഷം വേണം മാവ് ഒഴിക്കാൻ. ഞാനിവിടെ ഇപ്പോൾ 1.5 തവി മാവാണ് ഒഴിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കാം. എത്രയാണോ റൗണ്ട് വേണ്ടത് അതിനനുസരിച്ച് ചുറ്റിച്ചെടുക്കാം. അതിൽ ചെറുതായിട്ട് ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അല്പം നല്ലെണ്ണയാണ് ഞാനൊന്ന് ഒറ്റിച്ച് കൊടുക്കുന്നത്. എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ചേർക്കുന്നതാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ധാരാളം ഹോൾസൊക്കെ ദോശയിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു സൈഡ് ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് മറിച്ചിടാം. നന്നായി മൊരിഞ്ഞിട്ടുള്ള ദോശ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഉഴുന്നില്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ചെറിയൊരു തട്ടുദോശയും കൂടി ഈ ഒരു മാവ് വെച്ച് തന്നെ തയ്യാറാക്കാം. ചെറുതായിട്ട് ഹോളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞ ദോശ വേണമെങ്കിലോ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെങ്കിലോ ഒക്കെ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ ഹോളൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ചുറ്റൊന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാൻ നല്ലെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. അതിനുശേഷം വേണമെങ്കിൽ തിരിച്ചിട്ടാൽ മതി, കാരണം ഓൾറെഡി അടച്ചു വെച്ചുകൊണ്ട് തന്നെ വെന്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഹോളോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നമുക്ക് ഈ ഒരു മാവും കൊണ്ട് തന്നെ തയ്യാറാക്കാം.